കരയില്ല. കരയില്ല. ലെറ്റ്സ് ഗോ ടു വാച്ച് മൂവി സയ്യാര. കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാം തുറന്ന ഫുള്ള് സയ്യാരയാണ്. അങ്ങനെ നമ്മളത് കാണുന്നു വിചാരിച്ചത് ആ തിയേറ്ററിലെത്തി. റീൽസ് കണ്ട് തിരക്ക് എക്സ്പെക്ട് ചെയ്ത് വന്ന് ഞങ്ങൾ കണ്ടത് ഒഴിഞ്ഞു കിടക്കുന്ന തിയേറ്ററാണ്. അങ്ങനെ ദാ സിനിമ തുടങ്ങി. ഒരുപാട് പേര് ഈ മൂവി കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയ കുറെ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മൂവി തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു കരയോന്ന്. ഒരു ആവേശത്തിന്റെ പുറത്ത് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മൂവി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ലോസ്റ്റ് മൈസെൽഫ്. മൂവിയിൽ അത്ര ഇൻവോൾവ് ആയി പോയി. ഈ മൂവി എങ്ങനെയുണ്ടെന്ന് എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് മൂവീസ് ലിസ്റ്റിൽ ആഡ് ചെയ്യാനുള്ള ഒരു പേരും കൂടെ ആയിരുന്നു. ഇതിലെ ക്യാരക്ടേഴ്സും സ്റ്റോറി ലൈനും ഒക്കെ അടിപൊളിയാണ്. ഇതിൽ സോങ്സിനെ പറ്റി പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് ഓൾറെഡി ട്രെൻഡിങ് നോ. ഇതിലുള്ള ഓരോ സോങ്സും BGMസും നമുക്ക് ഓരോ ഇമോഷൻസ് ആണ് തരുന്നത്. ഈ മൂവി എല്ലാവർക്കും ഒരേപോലെ വർക്ക് ആവുമെന്ന് വെച്ചാൽ അതെനിക്കറിയില്ല. നിങ്ങൾക്ക് സാനം തേരികാസം ഇഷ്ടമാണോ? അതിഷ്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഏതായാലും ഞാൻ ഈ മൂവി കണ്ട് കരഞ്ഞൊരു വഴിക്കായി. പൊതുവെ ഞാൻ ഏത് മൂവി കണ്ടാലും കരയുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ ദിസ് മൂവി മേഡ് മീ ക്രൈ മോർ. മൂവി കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ഐ കുഡന്റ് സ്റ്റോപ്പ് ഇറ്റ്. പോകുമ്പോൾ എന്റെ ബാഗ് എടുക്കാൻ വരെ ഞാൻ മറന്നുപോയി. എന്റെ കരച്ചിൽ ഏതായാലും ഇവിടെ നിന്ന് തീർന്നതല്ല. അതിന് പറഞ്ഞെങ്കിൽ കുറേ സമയം എടുക്കും. നിങ്ങൾ ഏതായാലും ചെയ്യാറ് മിസ്സാക്കണ്ട. പിന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണേ. അതാണ് അതിന്റെ ഒരു ഫീല്. അപ്പൊ ശരി.